ഇന്റർ സോൺ സ്പോർട്സ് മീറ്റിന്റെ ഈ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ ആദരണീയനായ പ്രസിഡന്റ് ജനാബ് അബ്ദുറഹ്മാൻ സാഹിബിനും അസോസിയേഷന്റെ എല്ലാ അംഗങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വ്യത്യസ്തമായ ആഹ്ലാദകരമായ ഒരു ഒത്തുകൂടലിനാണ് നാം ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ആതിഥേയ രാജ്യം ദേശീയ സ്പോർട്സ് ദിനം ഫെബ്രുവരി 12 എല്ലാ വർഷവും ആചരിക്കാൻ തീരുമാനിച്ച കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഈ ദിനാചരണത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷനും അതിൻ്റെ പോഷക സംവിധാനങ്ങളും വളരെ സജീവമായി ഇത്തരം പരിപാടികളിൽ ഉണ്ടായിരുന്നു. ഖത്തറിൻ്റെ ഈ ദേശീയ സ്പോർട്സ് ദിനത്തിൻ്റെ സന്ദേശം മലയാളി പ്രവാസികളിലേക്ക് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി ഇത്തരത്തിലുള്ള സ്പോർട്സ് പരിപാടിയുടെ നമ്മുടെ സജീവ പങ്കാളിത്തത്തിൽ ഉണ്ട്. അതോടൊപ്പം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സന്തുലിത മുഖം പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യാൻ വളരെ സഹായകമായ ചില സംവിധാനങ്ങളും പരിപാടികളുമാണ് കലയും കായികവുമായി ബന്ധപ്പെട്ട് നാം സംഘടിപ്പിക്കാറുള്ളത്. ഇസ്ലാം അവഗണിക്കാത്ത ഒന്നും നാം അവഗണിക്കാറില്ല. ഇസ്ലാം പരിഗണിച്ച എന്തിനേയും നാം പരിഗണിക്കാറുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലി വിശേഷതയാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ശാരീരിക ക്ഷമതയും ആരോഗ്യമുള്ള ശരീരവും ഒരു മുസ്ലിമിന്റെ വളരെ പ്രധാനപ്പെട്ട പരിഗണനയിൽ ഉണ്ടാവേണ്ട വിഷയങ്ങളാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ശക്തിയും ആരോഗ്യവുമുള്ള സത്യവിശ്വാസിയാണ് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടം. നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ, നമ്മുടെ ഈ നെട്ടോട്ടത്തിനിടയിൽ, ജോലിക്കും തിരക്കിനുമിടയിൽ ഇങ്ങനെ കായികക്ഷമതയുടെയും ആരോഗ്യത്തിന്റെയും വളരെ വലിയൊരു ലോകം മറുഭാഗത്തുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ യഥാർത്ഥത്തിൽ സഹായകമാകേണ്ടതുണ്ട്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷനിലെയും യൂത്ത് ഫോറത്തിലെയും ഓരോ പ്രവർത്തകനും ഓരോ അംഗത്തിനും നാം നൽകുന്ന സന്ദേശം ഇതുകൂടിയാണ്. ശാരീരിക ക്ഷമതയും കായിക ക്ഷമതയും അതിനെ പ്രസ്ഥാനത്തിന് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഒരുപാട് പരിമിതി ഉണ്ടാകും. അതേസമയം വ്യക്തികൾ അവരുടെ സമയ ലഭ്യതയനുസരിച്ച് അതിന് നിർബന്ധമായും സമയം കണ്ടെത്തുക തന്നെ വേണം. അവരുടെ ദൈനംദിന അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന അതിന് നൽകേണ്ടതുണ്ട്. കളിക്കാനും എല്ലാറ്റിനും സൗകര്യം ഇല്ലെങ്കിൽ പോലും എല്ലാ പ്രവാസികളോടും എല്ലാ ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ദിവസവും നടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമെന്ന് പലപ്പോഴും നാം ശ്രമിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ കായികക്ഷമതയും ആരോഗ്യവും വീണ്ടെടുക്കുന്നതിനുള്ള ഒരു സന്ദേശം ഇസ്ലാമിക പ്രവർത്തകരിലേക്ക്, പ്രത്യേകിച്ച് പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളിലേക്ക്
ഈ സന്ദേശം കൈമാറുക എന്നതുകൂടി ഈ പരിപാടിയുടെ ലക്ഷ്യമാണ്. വളരെ ദീർഘിച്ച് സംസാരിക്കുവാൻ നമുക്ക് സമയമില്ല. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ സ്പോർട്സ് പരിപാടി അള്ളാഹുവിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ദിവസങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ഇനിയും 1-2 ആഴ്ചകളിലായിട്ട് നിരന്തരം പണിയെടുക്കേണ്ട നമ്മുടെ സഹോദരന്മാർക്ക്, അവരുടെ അധ്വാനത്തിന്, അവരുടെ ശ്രമങ്ങൾക്ക് അവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Al-Arabi Sports Club running 4 റൗണ്ട് ചുറ്റിക്കൊണ്ടാണ് സമാപനം കുറിക്കുക. കോട്ടെ ഹിലാല് മായ 400 meters relay. Up. ഖത്തറിന്റെ ചരിത്രത്തിൽ മറ്റൊരു തിലകക്കുറി ചാർത്തുന്ന ഒരു സംരംഭമായിട്ട് പ്രവാസി കായികമേള മാറട്ടെ എന്ന് ഞാൻ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.